നമസ്കാരം. റഫറി ഇടയിൽ കയറി ഏതെങ്കിലും ടീമിന് വേണ്ടി ഫുട്ബോൾ കളിക്കോ? അർജന്റീന ഈജിപ്ത് പ്രീ ക്വാർട്ടറിൽ 3-2 ഈജിപ്ത് പരാജയപ്പെട്ട് പുറത്തായപ്പോൾ പുതിയൊരു വിവാദം തിരയടിച്ചു വന്നിരിക്കുകയാണ്. റഫറി അർജന്റീനയ്ക്ക് വേണ്ടി ഈജിപ്തിനെതിരെ കളിച്ചു എന്ന വിവാദം. റഫറി ഫ്രാങ്കോയിസ് ലെറ്റക്സ്കിയറിൻ്റെ നടപടിക്കെതിരായി ഉയർന്നു വന്ന പുതിയ ആരോപണങ്ങളും വിശദമായ പരിശോധനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ വിദഗ്ധർ അത് സംബന്ധിച്ച വിശകലനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത്. ആദ്യം 2 പ്രതികരണങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തേത് ഈജിപ്തിൻ്റെ കോച്ച് ഹൊസാം ഹസൻ ആരോപിച്ച കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദൗർഭാഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാനില്ല. ഈജിപ്തിനെ ഇന്ന് അവർ ചതിച്ചു, അനീതിയാണ് ഞങ്ങൾ നേരിട്ടത് എന്ന്. രണ്ടാമത്തേത് വിവാദ ഗോളടിച്ച മുസ്തഫ സീക്കോ, ഈജിപ്തിൻ്റെ കളിക്കാരൻ. ഫൗൾ കണ്ടെത്തിയതിനെ തുടർന്ന് അനുവദിക്കാതിരുന്ന ഗോൾ അതടിച്ച മുസ്തഫ സീക്കോയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കപ്പ് അർജന്റീനയ്ക്ക് നൽകിക്കഴിഞ്ഞു, അവർ ലോകകപ്പ് വിജയിച്ചു. ഇത് വ്യക്തമായ അനീതിയാണ്. മത്സരത്തിൻ്റെ തുടക്കം മുതൽ റഫറി ഈജിപ്തിന് എതിരാണ്. അർജന്റീനയ്ക്കെതിരെ 2-0 മുന്നിലെത്താൻ ഞങ്ങളെ അനുവദിച്ചില്ല. ഈ ടൂർണമെൻറ്റ് ഒത്തുകളിയാണ് എന്നാണ് സീക്കോ പറയുന്നത്. മുസ്തഫ സീക്കോയുടെ ഗോളിന് മുമ്പ് ഈജിപ്ത് താരം അർജന്റീന പ്രതിരോധ താരം ലിസാൻഡ്രോ മാർട്ടിനസിനെതിരെ ഈജിപ്തിൻ്റെ പെനാൽറ്റി ബോക്സിന് പുറത്ത് കോർണറിന് സമീപം വെച്ച് ചെയ്ത അപകടകരമായ ഫൗൾ വിളിച്ചത് മുസ്തഫയുടെ ഗോളിന് ശേഷമായിരുന്നു. അതോടെ ആ ഗോൾ അനുവദിച്ചില്ല. മുസ്തഫയുടെ ആരോപണത്തിലെ പ്രധാന ഭാഗം 2-0 ഞങ്ങൾ മുന്നിലെത്താൻ അതുകൊണ്ട് അനുവദിച്ചില്ല എന്നാണ്. ഫുട്ബോൾ 90 മിനിറ്റും ഇഞ്ചുറി ടൈമും കളിച്ച് നടന്ന കളിയാണ്. എന്നാൽ ആദ്യ പകുതിയിൽ ഞങ്ങൾ 2 ഗോളടിച്ചു, ഇനി ഞങ്ങൾ തന്നെ വിജയിക്കണം എന്ന ആഗ്രഹം നല്ല തന്നെയാണ്. പക്ഷേ കളി നിയമപ്രകാരം കളിച്ച് ജയിക്കേണ്ടതാണ് കളി. ഈജിപ്ത് അങ്ങനെ കളിച്ചോ? ഗോളുകൾ കൂടുതലായി അടിച്ചോ? ഈജിപ്തിനെതിരായ ഫൗളുകൾ മാത്രം അനീതിയായി ഈ മത്സരത്തിൽ മാറിയോ? അർജന്റീനയെ ജയിപ്പിക്കാൻ ഗ്രൗണ്ടിൽ റഫറി കളിച്ചോ? ഇത്രയും ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഈ കളിയിലെ ഏറ്റവും വിവാദാത്മകമായ അധ്യായത്തിൽ നിന്ന് വേണം ഈ പരിശോധനയിലേക്ക് കടക്കാൻ. അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 3 എണ്ണമാണ് ഫൗള് വിളിച്ചതും വിളിക്കാത്തതുമായ 3 സംഭവങ്ങൾ. അത് ഇങ്ങനെയാണ്. ഒന്നാമത്തേത്, അടിച്ചിട്ടും ഈജിപ്തിന് ഗോൾ അനുവദിച്ചില്ല എന്ന വാദം. അവസാന നിമിഷത്തിൽ ഈജിപ്ത് അടിച്ചിട്ടും ഗോൾ ഡിസലോ ചെയ്ത സംഭവം. അതിന് മുമ്പ് നടന്ന ഫൗൾ ഗോൾ അടിച്ചതിന് ശേഷം വിളിച്ച് ഗോൾ നിഷേധിച്ചു. അതിൽ റഫറിയുടെ ഗൂഢാലോചനയാണ് കണ്ടത് എന്നാണ് ഈജിപ്ത് വാദികൾ പറയുന്നത്. ആ ഗോളിലേക്കുള്ള ആക്രമണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈജിപ്ത് താരം മാർവാൻ അതിയ അർജന്റീനയുടെ ലിസാൻഡ്രോ മാർട്ടിനസിനെ പിന്നിൽ നിന്ന് ചവിട്ടി നിലത്തിട്ട് ബോൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ബോൾ കൈക്കലാക്കി ബലമായി മോഷ്ടിച്ച് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം ഈ ഫുട്ബോളിൻ്റെ ഭാഷയിൽ. അങ്ങനെ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. എന്നിട്ട് പോയിട്ട് അപ്പുറത്ത് പോയി ഗോളടിച്ചു. അതിനിടെ ഫൗൾ വിളിക്കാത്തത് ഒരു യോഗ്യതയാണ്. ഓൺഫീൽഡ് റഫറി അത് കണ്ടിരുന്നില്ല ആദ്യം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ബോളുമായി മുന്നോട്ട് പോവുകയും പിന്നീട് ഇതിൻ്റെ റിവ്യൂവിന് വിളിക്കുകയും വാർ റിവ്യൂവിന് വിളിക്കുകയും അതിനുശേഷം ആക്രമണത്തിൻ്റെ തുടക്കത്തിൽ നടന്ന ഫൗൾ പരിഗണിച്ച് ആ ഗോൾ അനുവദിക്കാതിരിക്കുകയും ചെയ്തത്. ഈ ചിത്രം നോക്കുക. ബോളുമായി മുന്നോട്ട് പോയി ഈജിപ്തിൻ്റെ പോസ്റ്റിനരികിലേക്ക് പോവുകയായിരുന്നു ലിസാൻഡ്രോ. എന്നാൽ എന്താണ് സംഭവിച്ചത്? ലിസാൻഡ്രോയെ പിടിച്ച് നിലത്തിട്ട് മാർവാൻ ബോളുമായി പോവുകയാണ്. ആ ഫൗൾ കാണുന്ന സാധാരണ ബുദ്ധിയുള്ളവർക്ക് പോലും ബോധ്യമാകും ആ ബോൾ ഈജിപ്ത് തട്ടിയെടുത്തത് ഫൗളിലൂടെയാണ് എന്ന്. ആ ഫൗൾ ശിക്ഷിക്കപ്പെടാതിരുന്നാൽ ആ കളിയിലെ ഏറ്റവും കടുത്ത അനീതിയായി മാറിയനെ. അതാണ് ഇപ്പോൾ ഫൗളിന് ശേഷമുള്ള നീക്കം മാത്രം കണ്ട് പ്രചരിപ്പിച്ച് ഗോള് അകാരണമായി നിഷേധിച്ചു, പിൻവലിച്ചു എന്ന പ്രചരണം നടത്തുന്നത്. നിയമപ്രകാരം ഒരു ഗോളിലേക്ക് നയിച്ച ആക്രമണ ഘട്ടത്തിൽ വ്യക്തമായ ഫൗൾ നടന്നാൽ അത് പരിശോധിച്ച് ഗോൾ റദ്ദാക്കാൻ റഫറിക്കുള്ള അധികാരം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇനി അടുത്ത ആരോപണം പെനാൽറ്റി ബോക്സിനകത്തെ 2 ഫൗളുകളെ പറ്റിയാണ്. 2ഉം കാലിൽ ചവിട്ടിയതാണ്, സെയിം ആണെന്നാണ് വാദം. എന്നാൽ അങ്ങനെയാണോ? ആദ്യത്തേത് അർജന്റീനയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വിളിക്കാൻ കാരണമായ ഈജിപ്തിൻ്റെ ഫൗൾ ടാഗ്ലിയാഫിക്കോയ്ക്കെതിരായ ഫൗളാണ്. അതായത് കളിക്കാരൻ ബോൾ എടുക്കുന്നത് തടയുക, ബോളിൽ ടച്ച് ചെയ്യും മുമ്പ് തന്നെ ചവിട്ടുക. ഈജിപ്തിൻ്റെ താരം ഹൊസേം ഹസൻ ടാഗ്ലിയാഫിക്കോയുടെ ജേഴ്സി പിടിച്ച് നിലത്ത് വലിച്ചിട്ടു. അതാണ് ഇവിടെ നടന്നത്. ആ ചവിട്ട് ഉണ്ടായില്ല, അല്ലെങ്കിൽ ആ ഫൗള് നടന്നില്ല എങ്കിൽ അയാൾ ബോളുമായി പോയി ഗോളടിക്കും. അപ്പോൾ ആ ഈജിപ്തിൻ്റെ കളിക്കാരൻ ചെയ്തത് അത് തടയുക, അതിനുവേണ്ടി ഫൗൾ ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് ഫൗൾ വിളിക്കുന്നത്. ഇനി ഇതേ ടൂൾ ഉപയോഗിച്ച് സലായെ തടഞ്ഞതിനെ ചൊല്ലിയാണ് കൗണ്ടർ വിവാദം. സലായെ തടഞ്ഞു, അതിന് ഇതുപോലെ ഫൗൾ വിളിച്ചില്ല, പണിഷ്മെൻറ്റ് കിട്ടിയില്ല, അവർക്ക് കൊടുത്തില്ല എന്നാണ്. നോക്കൂ, സലായെ തടഞ്ഞ അർജന്റീന താരം പന്തിലാണ് ആദ്യം ടച്ച് ചെയ്യുന്നത്. അതിനുശേഷം പന്ത് മക്കലിസ്റ്റർ നിയന്ത്രണത്തിലാക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് പന്ത് നിയന്ത്രണത്തിലാക്കി പോകുമ്പോഴാണ് ഇപ്പുറത്ത് സല പെനാൽറ്റി ബോക്സിൽ വീഴുന്നത്. ബോൾ കൺട്രോൾ അപ്പോഴും ഡിഫൻഡറുടെ കയ്യിലാണ്. അപ്പോൾ പിന്നെ സല വീണാലും വീണില്ലെങ്കിലും അവിടെ ഫൗളോ അല്ലെങ്കിൽ ഈ ബോൾ നീക്കത്തിനെതിരായ അദ്ദേഹത്തിനെതിരായ സലായിക്കെതിരായ നീക്കമോ നടക്കുന്നില്ല. മുപ്പരി ബോളും കൊണ്ട് പോയതിന് ശേഷം സാലെ അവിടെ വീഴുകയാണ്. അപ്പോൾ ഫൗൾ വിളിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ താരതമ്യം പോലും നിലനിൽക്കില്ല. അതായത് ബോളുമായി പോകുന്നയാളെ ഫൗൾ ചെയ്ത് തടഞ്ഞ് ബോൾ എടുത്തിട്ടില്ല അവിടെ എന്ന്. പെനാൽറ്റി വിളിക്കേണ്ട കാര്യമില്ല. അതായത് സലായിക്കെതിരായി ഉണ്ടായി എന്ന് പറയുന്ന നീക്കത്തിനെതിരെ ഫൗൾ
നടന്നിട്ടില്ല, കളിയെ അത് ബാധിച്ചിട്ടില്ല, അതുകൊണ്ട് അത് ഫൗളല്ല എന്ന് റഫറിയല്ല നമുക്ക് മനസ്സിലാവും. എല്ലാ ടച്ചിങ്ങും ഫൗളാണ് എന്ന സിദ്ധാന്തം വെച്ചിട്ടാണ് ഈ വാദം. അത് നിലനിൽക്കുന്നതല്ല. പ്രത്യേകിച്ച് ഫുട്ബോളിൽ എല്ലാ ടച്ചിങ്ങും ഫൗളല്ല. സാമ്യപ്പെടുത്തലിനും പ്രസക്തിയില്ല. റഫറിയുടെ തീരുമാനം വാദിച്ചാൽ വിവാദമാകും, എന്നാൽ നിയമപരമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കില്ല എന്നർത്ഥം. ഇനി ഈ പരിശോധനകളിലെ അടുത്ത ഘട്ടം റഫറിയിങ് ആണ്. റഫറി എന്നാൽ പഴയകാലത്തെ റഫറി അല്ല എന്നത് നമ്മളെക്കാൾ അറിയാവുന്നത് കളിക്കാർക്കാണ്. കളത്തിലെ റഫറിക്ക് മേലെ നിരന്തരം നോക്കിയിരിക്കുന്ന മറ്റു 3 പേർ കൂടിയുണ്ട്. കളത്തിലെ റഫറി കാണാത്തതും അവർ കാണും, അവർ ഇടപെടും. ഗ്രൗണ്ടിൽ നടക്കുന്ന റഫറിയിങ്ങിൽ പിഴവോ മിസ്സിങ്ങോ വരുമ്പോൾ അവർ ഇടപെടും. അതായത് ചിലപ്പോൾ ഒരു ആൾക്ക്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഫൗൾ ഉണ്ടല്ലോ, ഗോൾ അനുവദിക്കാത്ത ഫൗൾ, അത് ചിലപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പം കാണാതെ പോയി കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിലെ റഫറി അപ്പുറത്തറ്റത്ത് കിടക്കുന്നത് ചിലപ്പോൾ കാണുന്നില്ല. ഫിഫയുടെ നിലവിലെ നിയമപ്രകാരം നിരന്തരമായ വാർ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകൾ പറയും ഈ റഫറി വാർ പരിശോധനയ്ക്ക് വിളിച്ചില്ല എന്ന്. ഈ റഫറി വിളിക്കണ്ട, അവിടെ മുഴുവൻ സമയവും 3 പേര് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ മിസ്സായി കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിന് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് അതിൽ ഇടപെടാൻ നിർദ്ദേശിക്കാം. ഇദ്ദേഹമാണ് ആത്യന്തികമായ ഉത്തരവിടുന്ന ആൾ. അല്ലാതെ ഗ്രൗണ്ടിലെ റഫറിക്ക് തോന്നിയാൽ മാത്രമല്ല വാർ പരിശോധന, അതവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ തീരുമാനത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം മൂപ്പർ കാണുന്നു മാത്രം. ഇനി മഞ്ഞ കാർഡുകൾ ഒരുപാട് കാണിച്ച് ഈജിപ്തിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ്. അർജന്റീനയ്ക്ക് ആകെ 0 കാർഡിനും ഈജിപ്തിന് 4-5 കാർഡും ലഭിച്ചു എന്നൊക്കെയാണ് കണക്ക് വെച്ചിട്ട് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് കളിക്കളത്തിലെ കളി നീക്കങ്ങളുമായി ബന്ധപ്പെട്ട കാർഡാണോ ഈജിപ്തിന് ലഭിച്ചത്? അർജന്റീനയ്ക്ക് എന്താണ് കുറഞ്ഞു പോയത്? ഇന്നലെ അർജന്റീനയുമായുള്ള മത്സരത്തിൽ റഫറിയിങ് ചോദ്യം ചെയ്ത് കളി അലങ്കോലമാക്കാൻ ഇറങ്ങിത്തിരിച്ചതിനാണ് ഈജിപ്തിന് അത്രയും മഞ്ഞക്കാർഡ് കിട്ടിയത്. ഈജിപ്തിൻ്റെ കളിക്കാർക്കും റഫറിക്കും അടക്കം ലഭിച്ച മഞ്ഞക്കാർഡുകൾ കളി അലങ്കോലമാക്കാൻ നോക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അതായത് മത്സരത്തിലെ 90 മിനിറ്റിൽ മഞ്ഞക്കാർഡ് എടുത്തിട്ടില്ല. അതിനുള്ള കൃത്യമായ സാഹചര്യം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഈജിപ്ത് താരം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും റഫറി ഉദാരമതിയായാണ് കളി നിയന്ത്രിച്ചത്. ഈജിപ്തിനെതിരെ എടുത്തില്ല. അർജന്റീന വിജയ ഗോൾ നേടിയതോടെ ഈജിപ്തിന് പക്ഷേ നിയന്ത്രണം വിട്ടു. അലമ്പായി. കോച്ചിങ് സ്റ്റാഫും ഉദ്യോഗസ്ഥരും റഫറിയെ വളഞ്ഞു. റഫറിക്ക് അവിടുന്ന് വേറെ മാർഗ്ഗമില്ലാത്ത അവസ്ഥയായി. ഗോൾ കീപ്പിംഗ് കോച്ചിന് വരെ ചുവപ്പ് കാർഡ് കൊടുക്കേണ്ടി വന്നു. ഇതിന് പുറത്തിരിക്കുന്ന ആൾക്ക് വരെ. മറുവശത്ത് മുഹമ്മദ് സലാ ഉൾപ്പെടെ ചില താരങ്ങൾ പ്രതിഷേധിച്ചെങ്കിലും കളിക്കളത്തിനകത്ത് അതിരുവിട്ട പെരുമാറ്റം കാണിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. സലയെ പോലെ ലോകോത്തര താരം അങ്ങനെ പെരുമാറുകയുമില്ല. പക്ഷേ ഈ പെരുമാറിയത് പുറത്തുള്ള അവരുടെ മറ്റ് സ്റ്റാഫാണ്. അതുകൊണ്ട് കാർഡുകളുടെ എണ്ണം മാത്രം ചൂണ്ടിക്കാണിച്ച് റഫറി ഒരു ടീമിനെ ലക്ഷ്യമിട്ടു എന്ന് നിഗമനത്തിലെത്താൻ കഴിയില്ല. കളിക്കാരുടെ കാര്യത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടും ഈജിപ്തിന് അനുകൂലമായി റഫറി നിലപാടെടുത്ത ഫൗളുണ്ട്. അതായത് ഫിഫ നിയമപ്രകാരം ഗോൾ അടിച്ചാൽ അല്ലെങ്കിൽ കളി നടക്കുന്ന സമയത്ത് ജേഴ്സി ഊരി ആഘോഷിക്കാൻ പാടില്ല. യെല്ലോ കാർഡ് ലഭിക്കുന്ന കുറ്റമാണത്. രണ്ടാമത്തെ അനുവദിക്കപ്പെടാത്തൊരു ഗോൾ ഉണ്ടല്ലോ, അത് അടിച്ചതിന് ശേഷം സിക്കോ ജേഴ്സി ഊരി ഗ്രൗണ്ടിൽ നടത്തിയ പ്രകടനം അതിശയിപ്പിക്കും നമ്മളെ. ഇങ്ങനെ ഒരു പ്രകടനം നമ്മൾ ലോകകപ്പിൽ കണ്ടിട്ടുണ്ടോ? ജേഴ്സി ഊരിയിട്ട് അത് ഇതൊക്കെ കൊണ്ട് കളീൻ്റെ ഇടയിൽ ഇല്ല. അത് മഞ്ഞ കാർഡ് ലഭിക്കേണ്ട കുറ്റമാണ്. അത് ഗോൾ അല്ലാതിരുന്നിട്ട് പോലും ഈ പരിപാടി ചെയ്തു. ആ നിയമം ലംഘിച്ചതിന് മഞ്ഞക്കാർഡ് വിളിച്ചോ? ഇല്ല. അതുപോലും വിളിക്കാത്ത റഫറിയിങ് ആണ് നടന്നത്. എന്നാൽ പ്രചരണമോ മൂപ്പര് കംപ്ലീറ്റ് ഈജിപ്തിനെതിരെ ഓരോ തീരുമാനങ്ങളും എടുത്തു എന്നാണ്. ഇനി മറ്റൊരു വാദം സീക്കോ ഉയർത്തിയതാണ്. തുടക്കത്തിൽ നമ്മൾ വായിച്ച കോച്ച് കൂടാതെ സീക്കോ പറഞ്ഞാണ്. അതായത് 2-0 ഞങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചുകൊണ്ടാണെന്ന്. അങ്ങനെ കുറച്ച് ഗോളടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ടീം തന്നെ ജയിക്കണം എന്ന നിയമമാണോ ഫുട്ബോളിനെ നയിക്കുന്നത്? അവസാന നിമിഷം വരെ നിങ്ങൾക്ക് ഗോളടിച്ച് ജയിക്കാം എന്നതാണ് കളി നിയമം. 20 മിനിറ്റ് 3 ഗോള്. അതെങ്ങനെ സംഭവിച്ചു? ഇത്രയും ഗോൾ എങ്ങനെ ഉണ്ടായി എന്നതൊക്കെ നിരാശാഭരിതമായ വിചാരങ്ങളിൽ നിന്നുണ്ടാകുന്ന ചോദ്യം മാത്രമാണ്. ഈജിപ്തിന് ആദ്യ പകുതിയിൽ മികച്ചത് തന്നെയായിരുന്നു. അതുകൊണ്ട് അവർ ജയിക്കേണ്ടതായിരുന്നു എന്ന വാദം പക്ഷേ ഫുട്ബോളിൽ നിലനിൽക്കില്ല. 2 ഗോളിന് മുന്നിലെത്തിയാൽ തോൽക്കാൻ പാടില്ല എന്ന നിയമവും ഇല്ല. ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ചാൽ അത് കുറഞ്ഞ മൂല്യമുള്ള ഗോളാണ് എന്നും അർത്ഥമില്ല. കളി അവസാന വിസിൽ മുഴങ്ങുന്നത് വരെയാണ്. അവിടെ വരെ മുന്നിലുള്ളവർക്കും പിന്നിലുള്ളവർക്കും ഒരുപോലെ ഏത് ഘട്ടത്തിലും ജയിച്ചു കയറാൻ അവകാശമുണ്ട്. ഈജിപ്തിൻ്റെ ഇതുവരെയുള്ള മുന്നേറ്റങ്ങളിൽ സമാനമായ നിലയിലുള്ള വിവാദ നേട്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ അവരുന്നയിക്കുന്ന സമാനമായ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട്. ഈജിപ്ത് ഗ്രൂപ്പ് ജിയിലായിരുന്നല്ലോ. ബെൽജിയം, ഇറാൻ, ന്യൂസിലാൻഡ് എന്നിവരാണ് മറ്റ് ടീം. ആ ഗ്രൂപ്പിൽ അവരുടെ പോയിൻ്റ് നില എങ്ങനെയാണെന്ന് വെച്ചാൽ ബെൽജിയം 7, ഈജിപ്ത് 5, ഇറാൻ 3, ന്യൂസിലാൻഡ് 1. ന്യൂസിലാൻഡിനെ വിടാം. രണ്ടാമതുള്ള ഈജിപ്തും മൂന്നാമതുള്ള ഇറാനും തമ്മിലുള്ള മത്സരം നോക്കുക. ആ മത്സരത്തിൻ്റെ 5-ാം മിനിറ്റിൽ ഈജിപ്തിൻ്റെ മുഹമ്മദ് സാബിർ ആണ് ആദ്യം ഗോൾ നേടിയത്. അർജന്റീനയോട് പയറ്റിയ അതേ തന്ത്രം അവർ കളിയിൽ പയറ്റി. ഗോളടിച്ച പ്രതിരോധത്തിന് പ്രാധാന്യം, പിന്നെ ഇടയിൽ കയറി ഗോളടിക്കുക രണ്ടാമതായിട്ട്. എന്നാൽ 14-ാം മിനിറ്റിൽ തന്നെ അത് പാളി. ഇറാൻ റമൈൻ റാസൈനിലൂടെ സമനില പിടിച്ചു. പിന്നീട് അങ്ങോട്ട് സമനില, അതായത് ആ സമനിലയിൽ പൊളിച്ചില്ല. ഒടുവിൽ ജയമല്ലാതെ മറ്റൊന്നും വേണ്ടാത്ത ഇറാൻ പൊരുതി കളിച്ചു. ഇഞ്ചുറി ടൈമിൽ അവർ ഗോൾ നേടി.
ഷോജ ഖലീൽ സയ്യിദിൻ്റെ ഗംഭീര ഷോട്ടിലൂടെ. എന്നാൽ അത് വാർ പരിശോധന നടത്തണം എന്ന് കോച്ചും ഈജിപ്ത് ആകെയും നിരന്തരം ആവശ്യപ്പെട്ടു. ഓഫ് സൈഡ് ആണെന്ന് കണ്ടെത്തി ഗോൾ അനുവദിച്ചില്ല. അതോടെ ഇറാനുമായുള്ള മത്സരത്തിൽ ഈജിപ്ത് ഡ്രോ ആയി. അങ്ങനെ ഗ്രൂപ്പിലെ പോയിന്റ് നിലയിൽ 3 ഇറാനും 5 ഈജിപ്തിനും ലഭിച്ചു. വിജയം സ്വന്തമായിരുന്നെങ്കിൽ 5 നേടി ഇറാൻ റൗണ്ട് ഓഫ് 32-ൽ എത്തിയേനെ. അന്നൊക്കെ ഈജിപ്തിന് അത് ഗംഭീര വാർ പരിശോധനയായിരുന്നു. ഇന്ന് അതേ വാർ, അതേ മാനദണ്ഡം, അതിലും വലിയ ഫൗൾ. പക്ഷേ അത് അർജന്റീനയുടെ അനീതി. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇറാനോട് കാണിച്ച അനീതി കാണിച്ച ഈജിപ്ത് ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അന്ന് ഈ കോച്ച്, ഈജിപ്തിൻ്റെ ഈ കോച്ച് ഇന്ന് ഈ വാർ പരിശോധനയോടിലൂടെ റദ്ദാക്കിയ ഗോൾ അല്ലെങ്കിൽ അനുവദിക്കപ്പെടാത്ത ഗോളിനെ കുറിച്ച് വലിയ സിദ്ധാന്തം പറയുന്ന, ഇനി ഞാൻ ലോകകപ്പ് കാണൂല എന്ന് പ്രഖ്യാപിക്കുന്ന കോച്ച് അന്ന് ഇറാൻ്റെ കളിയിൽ അടിച്ച ഗോള് റദ്ദാക്കാൻ വേണ്ടി കളിച്ച പ്രകടനം നിങ്ങളൊന്ന് കണ്ടുനോക്ക്. അന്ന് ഓഫ് സൈഡ് വിളിച്ച് അടിച്ച ഗോള് റദ്ദാക്കാൻ വേണ്ടി ഈജിപ്തിൻ്റെ കോച്ച് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ്. കോപ്രായം എന്ന് പറയാൻ പറ്റില്ല. ആ കളിയിൽ അദ്ദേഹത്തിൻ്റെ ടീമിന് വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോവുകയാണ്. പക്ഷേ അത് ഇരട്ടത്താപ്പോടെ കൂടി ചെയ്യരുത്. ഇന്ന് അർജന്റീനയ്ക്കെതിരായ കളിയിൽ അദ്ദേഹം എടുക്കുന്ന നേരെ ഉൾട്ടയടിച്ചിട്ട് വേറൊരു നിലപാടാണ്. എന്താണ് വാർ പരിശോധനയിൽ അതെങ്ങനെയാണ് ശിക്ഷയാവുന്നത്? ഞങ്ങൾ ഗോൾ അനുവദിക്കാത്തതിൻ്റെ കാരണം ഗൂഢാലോചനയാണ്, കപ്പ ഒരുക്കി കൊടുക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ഇറാനോട് അനീതി കാണിച്ചിട്ടുണ്ട്. അത് കളത്തിന് പുറത്ത് കാണിച്ച ക്രൂരമായ അനീതിക്ക് അപ്പുറത്ത് നിങ്ങൾ ഇടപെട്ട് പറയുമ്പോഴാണ് പ്രശ്നം. കളത്തിന് പുറത്ത് ഇറാൻ അനീതി നേരിട്ടിട്ടുണ്ട്. എന്തായാലും കളത്തിനകത്ത് പഴയ കാലമല്ല. ഗ്രൗണ്ടിലെ അനീതികൾക്ക് തെളിവുണ്ട്. അനർഹമായി അനുവദിച്ചാലും തെളിവുകൾ അവിടെ അവശേഷിക്കും. വിലയിരുത്തലുകളിലെ പക്ഷപാതിത്വത്തിൽ ടൂളുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നതിൻ്റെ മാത്രം വ്യത്യാസമാണ്. എന്തായാലും ഇതുവരെയുള്ള വിവാദങ്ങൾ നീണ്ടു നിൽക്കില്ല. ഈജിപ്തിൻ്റെ വൈകാരിക പ്രതികരണത്തിനപ്പുറത്തേക്ക് ഈ കളിയുടെ സമഗ്രതയിൽ ഈജിപ്തിന് അർജന്റീനയോട് പിടിച്ചു നിൽക്കാനായില്ല എന്നത് വസ്തുതയാണ്. 1 അല്ല 3 ഗോളാണ് ആ ചുരുങ്ങിയ സമയത്തിനകം വീണത്. അത്രമാത്രം ദുർബലമായിരുന്നു ഈജിപ്ത് ആ കളിയുടെ അത്രയും സമയം. എല്ലാം റഫറിയുടെ ഒത്തുകളി എന്ന വാദം അതുകൊണ്ട് ഒരു ഘട്ടത്തിലും നിലനിൽക്കുകയും ഇല്ല. ഈജിപ്തിന് നിരാശപ്പെടാൻ എല്ലാ കാരണവുമുണ്ട്. 2-0 ലീഡ് നഷ്ടപ്പെടുത്തി ലോകകപ്പിൽ നിന്ന് പുറത്താകുന്നത് ഏത് ടീമിനും വേദനാജനകമാണ്. പക്ഷേ ആ വേദന മാത്രം അടിസ്ഥാനമാക്കി റഫറിക്കെതിരായോ ഫിഫയ്ക്കെതിരായോ ഒത്തുകളി ആരോപണം ഉന്നയിക്കാൻ മതിയായ തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ മത്സരം ഫുട്ബോൾ ആരാധകരെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ പാഠം ഉണ്ട്. ഫുട്ബോളിൽ വിജയെ തീരുമാനിക്കുന്നത് ആദ്യ പകുതിയല്ല, ആദ്യ ഗോളുമല്ല, 2 ഗോളിൻ്റെ ലീഡുമല്ല, അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ പോരാടി സ്കോർ ചെയ്യുന്നത് എത്ര എന്നുള്ളതാണ്. അത് എതിരാളിയെ മറികടക്കുന്നതാണോ എന്നുള്ളതാണ്. അതാണ് വിജയം. എല്ലാ അർത്ഥത്തിലും അർജന്റീന ഈജിപ്ത് മത്സരത്തിലെ വൈകാരിക പ്രതികരണങ്ങൾക്കപ്പുറത്ത് സമഗ്രമായി അർജന്റീന കളിച്ചു, ജയിച്ചു. നിരാശാഭരിതമായ വൈകാരിക പ്രതികരണങ്ങൾക്ക് കളി നിയമങ്ങളിൽ പരിഹാരമില്ല. നന്ദി, നമസ്കാരം.